Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നമ്മുടെ അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായി ഞാനിപ്പോൾ കുറച്ച് നല്ല പഴുത്ത ചെറുപഴം നോക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് മുഴുവനൊന്നും വേണ്ട, ഒരു 6-7 എണ്ണം മതി കേട്ടോ. ചെറുപഴം എന്ന് പറയുന്നത് നമ്മുടെ മൈസൂർ പഴത്തിനെയാണ്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞ് ഓരോന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ ഒരു റെസിപ്പി നമുക്ക് മിക്സിയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല, നമ്മുടെ പഴം നിരടിയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടുക. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാല് നോക്കി ഒരു പാക്കറ്റ് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പ്ലീസ്. ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. സെർവ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അവിലിട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അടിച്ചെടുത്ത മിക്സിൽ അവിലിട്ടിട്ടും സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവസാനമായി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റായ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.